എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കാണിക്കുന്നു. അവരാവട്ടെ ആ ഒരു കവാടത്തിന് മുൻപില് അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ട് കുട്ടപ്പൻ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ച് നിന്നെ ഞാൻ തന്നെ രക്ഷിക്കും ഗാറാന്ന് പറഞ്ഞ് അവൻ ചാടി ചാടി നിൽക്കുകയാണ്. നെജി ആവട്ടെ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചെക്ക് ചെയ്യാൻ തുടങ്ങും. നെജി പറയും, ഉള്ളിൽ ഒരുപാട് സ്റ്റാച്യൂസും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഒരു വലിയ കണ്ണ് അത് തുറന്നു നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുമ്പോ അപ്പൊ കുട്ടപ്പൻ ഓടി വന്ന് അവന്റെ കൈ പിടിച്ച് വലിക്കും. പ്ലീസ് ഗാര അവിടെ എവിടെയുള്ളേ നോക്ക്, ദയവ് ചെയ്ത് അവൻ എന്താ പറ്റിയെന്ന് ഒന്ന് പറഞ്ഞു തായോന്ന് പറയുമ്പോ നെജി ആവട്ടെ നീ ചുമ്മാ ബഹളം വെക്കല്ലേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ മുഴുവനായിട്ടും ഇപ്പൊ നോക്കാൻ തുടങ്ങും. അപ്പൊ ഒരു മൂലയ്ക്കായിട്ട് ഇപ്പൊ നെജി കാണും അനക്കമില്ലാതെ കിടക്കുന്ന ഗാരയുടെ ബോഡി. അത് കുട്ടപ്പനോട് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഷോക്കായിട്ട് തരിച്ചു നിൽക്കും. അവൻ വീണ്ടും നോക്കുമ്പോ ഓരോരോ കണ്ണുകളായിട്ട് ഇപ്പൊ അടയുന്നതായിട്ട് കാണും. അവൻ പേടിച്ചു വിറച്ച് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ കൈ പിടിച്ച് കുലുക്കി വീണ്ടും വീണ്ടും എന്താ സംഭവിക്കണേന്ന് ഇപ്പൊ ചോദിച്ചു കൊണ്ടേയിരിക്കും. സാക്കുറക്കാണെങ്കിൽ കലിപ്പ് കയറി എന്താടാ അവിടെ നടക്കണേ എന്നോട് പറയാൻ പറയുമ്പോ അതിന് നെജി പറയും, എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. മൈകൈ നമുക്ക് എങ്ങനെയെങ്കിലും ഈ കോട്ട തകർത്ത് അകത്ത് എത്രയും പെട്ടെന്ന് കയറണം. മൈകൈ അവരെല്ലാം മാറ്റി നിർത്തി ഇപ്പൊ ദൂരത്തേക്ക് വട്ടം കറങ്ങി ഓടാൻ തുടങ്ങും. അങ്ങനെ ഓട്ടി ഓട്ടി വന്ന് അവന്റെ കൈ ചുരുട്ടി ആ ഒരു പാറയ്ക്ക് ഒരൊറ്റ ഇട്ടി. ആ ഒരു പാറ അത് കുറച്ചു നേരത്തേക്ക് റൊട്ടേറ്റ് ചെയ്യും, പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. മൈകൈക്ക് മനസ്സിലാവും ആ ഒരു പാറയില് എന്തോ ഒരു ജിപ്സു അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈകൈ ഇടിച്ചപ്പോ ഉണ്ടായ ആ ഒരു ശബ്ദം ഇപ്പൊ വില്ലന്മാര് കേൾക്കും. അത് കണ്ട ഉടനെ ഇപ്പൊ ദേദുറ ചോദിക്കും, ഏത് ഗ്രൂപ്പാണ് ആദ്യം എത്തിയിരിക്കുന്നത്? അതിന് മറ്റൊരുത്തം പറയും, ആ രണ്ട് ഗ്രൂപ്പും ഇവിടെ എത്തിച്ചേർന്നു. അത് കേട്ട് സാസുരിച്ചിരിക്കും. കാരണം ഗാരയുടെ പവർ അവർ ഓൾറെഡി അബ്സോർബ് ചെയ്തു. ഇനി അവരെന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. മാത്രമല്ല നമുക്കിപ്പോ മറ്റൊരു മോൺസ്റ്ററിനെ കൂടെ ഫ്രീ ആയി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ പുറത്ത് നമ്മുടെ ഗ്രാൻഡ്മ ആവട്ടെ ഒന്നും മിണ്ടാതെ ശാന്തമായിട്ട് നിൽക്കുകയാണ്. മൈകൈ പറയും, ഈ ഒരു ഡോറ് അത് തകർക്കണമെങ്കിൽ ഇതിൽ എന്ത് തരം ജിപ്സു ആണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോഴാണ് കാക്കാഷിക്ക് മനസ്സിലാവുക ഇത് 5 സീൽഡ് ബാരിയർ ആണ്. അത് കേട്ട് ഇപ്പൊ ഗ്രാൻഡ്മ അതെ ഇതത് തന്നെയാണെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ വണ്ടറടിച്ച് 5 സീൽഡ് ബാരിയറോ അതെന്താണെന്ന് അവരോട് ചോദിക്കും. അതിന് കാക്കാഷി പറയും, ഇപ്പൊ കാണുന്നത് പോലെ 5 ടാഗുകള് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പതിപ്പിച്ചിട്ടുണ്ടാവും. ആ 5 ടാഗുകളും കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഒരേ സമയത്ത് തന്നെ അത് നശിപ്പിച്ചു കളയണം. എങ്കിലും മാത്രമേ ഈ ഒരു ഡോറ് അത് തുറക്കാനായിട്ട് കഴിയൂ. കാക്കാഷി ചോദിക്കും, ബാക്കിയുള്ള 4 ടാഗ് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോ ഇവിടെ മൈകൈ ആവട്ടെ ഇപ്പൊ നെജിയെ വിളിക്കും. നെജി ഒട്ടനെ അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ബാക്കി 4 ടാഗുകളും കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ഒന്ന് അവിടെയുണ്ട്, ഒന്ന് മരത്തിന്റെ മേലെ, ഒന്ന് താഴെ എന്നിങ്ങനെ ഡിസ്റ്റൻസിലാണെന്ന് ഇപ്പൊ നെജി പറയും. അതിന് കാക്കാഷി അതെല്ലാം തന്നെ ഒരുപാട് ദൂരത്താണോ? നെജി പറയും, കുഴപ്പമില്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ അടുത്തടുത്താണ്. പക്ഷെ സാക്കുറയുടെ സംശയം എല്ലാ ടാഗും ഒരേ സമയത്ത് എങ്ങനെ നശിപ്പിക്കും? അത് കേട്ട് മൈകൈ ഇപ്പൊ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരുപാട് റേഡിയോ വയർലെസ് ഫോണുകള് ഇപ്പൊ പുറത്തേക്ക് എടുക്കും. ഗ്രാൻഡ്മ അതുകൊണ്ട് വണ്ടറടിച്ച് മൈകയെ തംസപ്പ് കാണിക്കുമ്പോ നമ്മുടെ ആള് സ്റ്റൈലായിട്ട് ചിരിച്ച് തിരിച്ചും ഒരു തംസപ്പ് കാണിക്കും. ഓരോരുത്തർക്കും ആ ഒരു മൈക്രോഫോൺ കൊടുത്ത് ഓരോരോ ദിശയിലായിട്ട് ഇപ്പൊ മൈകയെ അയക്കും. ഞാൻ പറയുന്ന അതേ സമയത്ത് എല്ലാവരും കറക്റ്റായിട്ട് അത് ചെയ്യണമെന്ന് പറയുമ്പോ ഇവിടെ വില്ലന്മാരാവട്ടെ ഇപ്പൊ ആകെ ടെൻഷനിലാണ്. അവര് പരസ്പരം പറയും, ഇനി നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല. അവരെല്ലാവരും ഇപ്പൊ പുറത്തെത്തിയിരിക്കുകയാണ്. ഹിറ്റാച്ചി പറയും, അവരൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കിസമിക്കറിയാം അവരെത്രത്തോളം പവർഫുൾ ആണെന്ന്. അത് കേട്ട് ലീഡർ പറയും, ദേദുറ ആൻഡ് സാസുരി നിങ്ങൾ രണ്ടുപേരും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ബോസ് പറയും, ആ 9 ടൈൽ ഫോക്സിന്റെ പവറുള്ള നറൂട്ടോ കുട്ടപ്പൻ അവനെ ഒഴികെ ബാക്കി എല്ലാവരെയും കൊന്നു തള്ളണം. പക്ഷെ സാസുരിക്ക് വല്ലാത്തൊരു സംശയം തോന്നി. അവൻ ഹിറ്റാച്ചിയോട് ആ 9 ടൈൽ ഫോക്സിന്റെ പവറുള്ള കുട്ടപ്പൻ അവൻ ആളെങ്ങനെയാണെന്ന് ഹിറ്റാച്ചിയോട് ചോദിക്കും. പക്ഷെ ഹിറ്റാച്ചി ആവട്ടെ ഇപ്പൊ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഒരു റിപ്ലൈയും കൊടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കും. അതിനവരുടെ ലീഡർ പറയും, അവൻ ചോദിച്ചത് കേട്ടില്ലേ, അതിന് മറുപടി പറ. ഹിറ്റാച്ചി ദേഷ്യപ്പെട്ട് പറയും, ആരാണോ നിന്നെ കൊല്ലാനായിട്ട് ഓടി വരുന്നത് അവൻ തന്നെയാണ് ആ 9 ടൈൽ ഫോക്സിന്റെ പവറുള്ള കുട്ടപ്പൻ. അതിന് ദേദുറ അവന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാനല്ല,
അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിന്നോട് ചോദിച്ചത്. പക്ഷെ ഞൊടിയിടയിൽ ഹിറ്റാച്ചിയും ബാക്കിയുള്ള എല്ലാവരും അവിടുന്ന് മറഞ്ഞു പോവും. സാസുരിക്കാണെങ്കിൽ യാതൊരു പിടിയും കിട്ടില്ല. കട്ട് ചെയ്താ ഇപ്പൊ കിസുമിയും ഹിറ്റാച്ചിയും ആവട്ടെ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കിസുമി ചോദിക്കും, ആക്ച്വലി കുട്ടപ്പൻ അവൻ നിന്റെ ടാർഗറ്റ് അല്ലേ? അവനെ മറ്റൊരാൾ ടാർഗറ്റ് ചെയ്യുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലേന്ന് ചോദിക്കുമ്പോ ഹിറ്റാച്ചി ആവട്ടെ ക്യാഷ്വലായിട്ട് അവനെയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് ആ ഒരു വയർലെസ് ഹെഡ്സെറ്റ് ഇപ്പൊ എല്ലാവരുടെയും ചെവിയിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാണ്. നെജി, ടെൻടൺ, മൈഗൈ, ലീ അങ്ങനെ എല്ലാവരും ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. കാക്കാഷിയോട് മാത്രം ഇപ്പൊ കറക്റ്റായിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരോടും ഓരോ പൊസിഷൻ നോക്കി ഓടാനായിട്ട് മൈഗൈ പറയും. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ മൈഗൈ കിടന്ന് കാറിയിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓൾറെഡി നമ്മുടെ ലീ അതിന്റെ സൗണ്ട് വളരെ കൂടുതലാക്കി വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരുടെ ചെവിയുടെ കാര്യത്തിന് ഒരു തീരുമാനാവും. ഡയഫ്ര അടിച്ചുപോയി ഇപ്പൊ ടെൻടന് കലി കയറി മൈഗൈയുടെ അടുത്ത് ചൂടാവാൻ തുടങ്ങും. ലീ ഉടനെ സൗണ്ട് കറക്റ്റ് ആക്കുമ്പോ മൈഗൈ ആവട്ടെ കൈ ചേർത്ത് പിടിച്ച് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാൻ പറയും. അത് കണ്ട് ടെൻടൺ ഇവന് പെരുത്ത പ്രാന്താണെന്നും പറഞ്ഞ് കുറച്ചു നേരം അനങ്ങാതെ നിൽക്കും. പിന്നീട് ലീ കൈ കൊടുക്കുന്നത് കാണുമ്പോ ടെൻടണും കൈവെക്കും. പക്ഷെ നെജി ആള് മൈൻഡ് ആക്കാതെ അവൻ ഹായ് ആയിട്ട് അത് നോക്കി നിൽക്കും. മൈഗൈക്ക് കലി കയറും. അവൻ പല്ല് കടിച്ചു എന്നും പറഞ്ഞ് മുക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ നെജി അത് കുറെ നേരം മൈൻഡ് ആക്കില്ല. പക്ഷെ വേറെ വഴിയില്ലാതെ അവസാനം അവനും കൈവെക്കും. അത് കണ്ട് മൈഗൈ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഹാപ്പി. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ മിഷന് റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ മൈഗൈയും ടീമും ആവട്ടെ ഇപ്പൊ ട്രൗസറും പൊക്കി നാനാ ഭാഗത്തേക്ക് ഓടും. അത് കണ്ട് കുട്ടപ്പൻ ആവേശം കയറി അവനും കൈ നീട്ടി നമുക്കും ഇതുപോലെ തന്നെ ചെയ്യാന്ന് പറയുമ്പോ അമ്മൂമ്മ കൈ ചുരുട്ടി ഇപ്പൊ കുട്ടപ്പന്റെ മോന്തയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടി എന്റെ ആവശ്യം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ച് പട്ടിക്കുട്ടിയും അവിടുന്ന് പോകാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ ആ ഒരു ഗുഹ കാണിക്കുകയാണ്. അതില് ആ ഒരു 3 വില്ലന്മാര് മാത്രം ഇപ്പൊ ബാക്കിയുണ്ടാവും. തേതുറ, സാസുരി, അവരുടെ ബോസ് വില്ലൻ. ആ ഒരു ബോസ് ഇപ്പൊ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിച്ച് ഒരു ജിപ്സു എടുക്കാൻ തുടങ്ങും. അവൻ ജിപ്സു എടുക്കുന്നതോടുകൂടെ അവൻ പതിയെ അവിടുന്ന് കാണാതാവും. അതേസമയം സാസുരയും തേതുറയും ആ ഒരു ഗുഹയുടെ മുൻപിൽ തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. അവരുടെ തൊട്ടു പുറകിലായിട്ട് ഗാരയുടെ ആ ഒരു ബോഡിയും കാണാൻ കഴിയും. ഇവിടെ മൈഗൈൻ ടീംസും ബാക്കി ഫ്ലാഗ്സ് തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാറയുടെ മുൻപിലുള്ള ആ ഒരു ഫ്ലാഗ് തകർക്കാൻ കാക്കാഷി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ സാക്കുറ അവള് കൈ ചുരുട്ടി ആ ഒരു ഫ്ലാഗ്സ് തകർക്കുന്ന അതേ സമയത്ത് പാറയിൽ ഇടിക്കാനായിട്ട് ചാടി ചാടി നിൽക്കുകയാണ്. ഇവിടെ ദേതുറ അവൻ ഹായ് ആയിട്ട് ചിരിക്കുകയാണ്. കാരണം ഇനി അവരെന്ത് ചെയ്താലും യാതൊരു കുഴപ്പമില്ല. ഗാരയുടെ പവർ അത് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇവിടെ സാസുരി പറയും എനിക്ക് വെയിറ്റ് ചെയ്യുന്നത് അത് തീരെ ഇഷ്ടമല്ല. അപ്പോഴായിരിക്കും സാസുരിക്ക് മനസ്സിലാവുക ഇപ്പൊ പാറയുടെ ഓപ്പോസിറ്റ് സൈഡ് അവന്റെ ഗ്രാൻഡ്മ ഉണ്ടെന്ന്. ഇവിടെ മൈഗൈൻ ടീംസും ഇപ്പൊ കറക്റ്റായിട്ട് ഓരോ ഫ്ലാഗിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നെജി ആവട്ടെ അവന്റെ ഫ്ലാഗിന്റെ തൊട്ടടുത്തെത്തും. അവസാനമായിട്ട് ഇപ്പൊ ലീയും അവന്റെ ഫ്ലാഗും കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. കാക്കാഷി പറയും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം. 1 2 3 എന്ന് പറഞ്ഞ അപ്പൊ തന്നെ കറക്റ്റായിട്ട് എല്ലാവരും ഫ്ലാഗ് നശിപ്പിക്കണം. അവര് റെഡി ആയിട്ട് നിന്ന ഒട്ടനെ കാക്കാഷി ആവട്ടെ 1 2 3 എന്നെണ്ണും. അവരെല്ലാവരും ആ ഒരു ഫ്ലാഗുകള് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇപ്പൊ കീറിക്കളയും. സാക്കുറ ആവട്ടെ അവളുടെ കൈ ചുരുട്ടി ആ ഒരു പാറയ്ക്ക് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് പാറ തുണ്ടമായിട്ട് ഇപ്പൊ പിളർന്നു പോവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാര് എന്തോ ഒരു നിഴല് കാണും. കാക്കാഷി ഉടനെ ഇപ്പൊ എല്ലാവരോടും പതിയെ അകത്തേക്ക് കയറാൻ പറയും. കാക്കാഷി പറയും നമ്മൾ ഒരുപാട് വൈകിപ്പോയി, ഗാറ അവനെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഗാറയുടെ 2 സൈഡിലുമായിട്ട് സാസുരയും തേതുറയും നിൽക്കുന്നത് നമ്മുടെ ആൾക്കാർ കറക്റ്റായിട്ട് കാണും. അമ്മൂമ്മ സാസുരയെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോ കുട്ടപ്പനാവട്ടെ ഗാരയുടെ ബോഡി കണ്ടാണ് ഇപ്പൊ വണ്ടർ അടിക്കുക. സാസുരയും തേതുരയും അവര് ഹായ് ആയിട്ട് ഇപ്പൊ ഗാരയുടെ ബോഡി കയറിയിരിക്കും. തേതുര ചോദിക്കും നിങ്ങൾ ആരുടെ ബോഡിയിലാണ് ആ ഒരു 9 tail ഫോക്സ് ഉള്ളത്? അത് കേൾക്കുമ്പോ നറൂട്ടോ കുട്ടപ്പന് അവന് കലി കയറി. ഇപ്പൊ 9 tail ഫോക്സിന്റെ പവർ, ആ ഒരു 9 tail ഫോക്സിന്റെ പവർ ഇപ്പൊ പുറത്തേക്ക് വരും. അത് കാണുമ്പോ സാസുരി പറയും ഇവൻ തന്നെയാണ് ഹിറ്റാച്ചി പറഞ്ഞ ആ ഒരു 9 tail ഫോക്സിന്റെ പവറുള്ള നറൂട്ടോ. അത് കേട്ട നറൂട്ടോ ഇപ്പൊ ചാടി വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.